Hi friends, welcome to Commerce Bytes. I hope you people are all doing well. So, a big sorry for all my dear students because എനിക്കൊരു 8 ഡേയ്സിൻ്റെ ഗ്യാപ്പ് വന്നു. സോറി ഫോർ ദാറ്റ്. ആൻഡ് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡെയിലി ഒരു 3 to 4 വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. എന്തായാലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് ടിൽ യുവർ എക്സാം ജാനുവരി 9th തന്നെ ഞാൻ ആ ഒരു എക്സാമിൻ്റെ ആൻസർ കീ പബ്ലിഷ് ചെയ്യാൻ ട്രൈ ചെയ്യാം. To my best, I will definitely do that. So without much delay, let's move into our topic. നമ്മൾ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ടോപ്പ് 500 കീവേഡ് സീരീസ് ആണ്. അതിലെ പാർട്ട് 10 വരെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഇത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പാർട്ട് 11 ആണ്. ആൻഡ് ഇറ്റ് വാസ് എ സക്സസ്ഫുൾ സീരീസ്. എൻ്റെ കുറേ അധികം സ്റ്റുഡൻസിന് വളരെയധികം യൂസ്ഫുൾ ആണ്, വളരെയധികം ഞങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുറേ അധികം മെസ്സേജ് വരുന്നുണ്ട്. I am so happy for that. So without much delay, let's move into our topic. ഞാൻ ആ വീഡിയോസിലെല്ലാം മെൻഷൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്നതാണ് ആൻഡ്രോഗോഗി, ഹിതുഗോഗി. വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ഇൻ ടു അവർ ടോപ്പിക്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെല്ലാം കുറച്ചധികം ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് നോക്കി. അതുപോലെ തന്നെ കുറച്ചധികം ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ചധികം ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് ആണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അതിൽ കുറച്ച് മെയിനായിട്ട് എനിക്ക് തോന്നിയ ഒരു കീവേഡ് ഞാൻ പറയാം. 6 branches of philosophy. ഇതാണ് ഇനി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ തിങ്ക് ഐ ഡിഡ്ന്റ് ഡിസ്കസ് ദിസ് ടോപ്പിക് ബിഫോർ, സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഞാനിത് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട് ഓരോ കുട്ടി ഓരോ വേർഡ്സ് ആയിട്ട്. ഇതിപ്പോൾ നമ്മൾ 6 ബ്രാഞ്ചസ് ഒറ്റയടിക്ക് അതിൻ്റെ കീ പോയിൻറ്റ്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഇസ് എപ്പിസ്റ്റമോളജി. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഓപ്ഷൻസിൽ എപ്പിസ്റ്റമോളജി തന്നിട്ടുണ്ട് എങ്കിൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കീവേഡ് നോളജാണ്. നോളജ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. എന്നിട്ട് അതവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദ ആൻസർ വിൽ ബി ഓട്ടോമാറ്റിക്കലി എപ്പിസ്റ്റമോളജി. സോ എപ്പിസ്റ്റമോളജിയുടെ സൈഡിലായിട്ട് നിങ്ങളൊരു ഹൈഫൻ ഇട്ടിട്ട് എഴുതുക നോളജ് എന്നുള്ളത്, സ്കോപ്പ് ഓഫ് നോളജ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിൻ്റ് ലോജിക്കാണ്. ലോജിക്കിൽ വരുന്നത് നിങ്ങൾ ലോജിക്കൽ റീസണിങ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളുടെ NTA നെറ്റിൻ്റെ പേപ്പർ 1 വരുന്ന ഒരു ചാപ്റ്ററാണ് ലോജിക്കൽ റീസണിങ്. ആ ഒരു പോയിൻ്റ് നിങ്ങൾ ഓർത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ഈസി ആയിരിക്കും. സോ ലോജിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട കീവേഡ് റീസണിങ് ആണ്. സ്റ്റഡി ഓഫ് റീസണിങ് എന്നുള്ളതാണ് ലോജിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ഒരു ലോജിക്കിന് 2 പാർട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇൻഡക്റ്റീവ് റീസണിങ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഡിഡക്റ്റീവ് റീസണിങ്. ഓക്കെ, സോ നമ്മൾ 2 പോയിൻ്റാണ് നോക്കിയത്, 2 ബ്രാഞ്ചസ് ഓഫ് ഫിലോസഫി. ഫസ്റ്റ് വൺ ഇസ് എപ്പിസ്റ്റമോളജി, അത് സ്കോപ്പ് ഓഫ് നോളജ്. സെക്കൻഡ് വൺ ഇസ് ലോജിക്. ലോജിക് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് റീസണിങ്. 2 പാർട്സ് ആണുള്ളത്, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ്. ഇനി തേർഡ് ബ്രാഞ്ച് ഓഫ് ഫിലോസഫി എന്ന് പറയുന്നത് മെറ്റാഫിസിക്സ് ആണ്. മെറ്റാഫിസിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കീവേഡ് നേച്ചർ ഓഫ് ബീയിങ് ആൻഡ് വേൾഡ് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നേച്ചറിനെ ബേസ് ചെയ്തോ എന്തെങ്കിലും ഒരു കീവേഡ് നിങ്ങളവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ആൻസർ വിൽ ബി മെറ്റാഫിസിക്സ്. മാറിപ്പോരുത്. എപ്പിസ്റ്റമോളജി എന്ന് പറയുമ്പോൾ അത് നോളജും, മെറ്റാഫിസിക്സ് എന്ന് പറയുമ്പോൾ അത് നേച്ചർ, വേൾഡ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് എത്തിക്സ്. എത്തിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രൊഫഷന് നമ്മൾ നല്ല രീതിയിൽ ഒരു എത്തിക്സ് നമ്മൾക്ക് ഉണ്ടാവണം. ആ ഒരു എത്തിക്സ്, ആ ഒരു പ്രൊഫഷനോട് നമ്മൾ കാണിക്കുന്ന ഒരു നീതി കാണിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് എത്തിക്സ്. മൊറാലിറ്റി, അഡ്രസ് അബൌട്ട് മൊറാലിറ്റി. എത്തിക്സ് എന്ന് പറയുമ്പോൾ അവിടെ മൊറാലിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ബ്രാഞ്ച് ഓഫ് ഫിലോസഫി എന്ന് പറയുന്നത് എസ്തെറ്റിക്സ് ആണ്. എസ്തെറ്റിക്സ് ഞാൻ എൻ്റെ മുന്നത്തെ ക്ലാസ്സിലൊക്കെ മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. എസ്തെറ്റിക് ബ്യൂട്ടി എന്നാണ് പറയുന്നത്. അതായത് നല്ലൊരു ആർട്ട് പീസ്, ഒരു ആർട്ട് വർക്കിനെ നമ്മൾ കാണുമ്പോൾ ആ ഒരു വർക്കിനെ, ആ ഒരു ബ്യൂട്ടീനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതാണ് എസ്തെറ്റിക്. നല്ലൊരു എസ്തെറ്റിക് സെൻസ് ഉണ്ട് ആൾക്ക് എന്ന് പറയും. സോ എസ്തെറ്റിക് എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് ബ്യൂട്ടി. കീവേഡാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ബ്യൂട്ടി. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് പൊളിറ്റിക്കൽ ഫിലോസഫി. സ്റ്റഡി കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി, ജസ്റ്റിസ്. നമ്മൾ ഒരു പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ കാണുന്ന കുറച്ച് വേർഡ്സാണ് ലിബർട്ടി, ജസ്റ്റിസ്, ലോ റിലേറ്റഡ്.
സോ അത് തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുമ്പോൾ സ്റ്റഡി കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി ആൻഡ് ജസ്റ്റിസ്. ഓക്കെ, സോ വൺസ് അഗെയിൻ ഐ വിൽ റിപ്പീറ്റ് ഓൾ ദീസ് 6 branches of philosophy. First one, epistemology, scope of knowledge. Logic, study of reasoning. 2 parts ഉണ്ട്, inductive and deductive. Third one is metaphysics. Metaphysics എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ട പോയിന്റ് ഫണ്ടമെൻ്റൽ നേച്ചർ ഓഫ് ബീയിങ് ആൻഡ് വേൾഡ് എന്നുള്ളതാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് എത്തിക്സ്. എത്തിക്സ് എന്ന് പറയുമ്പോൾ മൊറാലിറ്റി. ദെൻ ദ എസ്തെറ്റിക്സ്, ദാറ്റ് ഇസ് ബ്യൂട്ടി, അതാണ് അതിൻ്റെ കീവേഡ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് പൊളിറ്റിക്കൽ ഫിലോസഫി. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനുള്ള കീവേഡ്സ് ലിബർട്ടി ആൻഡ് ജസ്റ്റിസ്. സോ ഈ 6 branches ഓഫ് ഫിലോസഫി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കീവേഡ്സ് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ സ്റ്റുഡൻസിനോട്, എൻ്റെ ക്ലാസ് എപ്പോൾ അറ്റൻഡ് ചെയ്യുമ്പോഴും ഹാവ് യുവർ പെൻ ആൻഡ് ബുക്ക് വിത്ത് യു ആൻഡ് നോട്ട് ഡൗൺ ഓൾ ദീസ് കീവേഡ്സ്. നമ്മൾ ഈ ഒരു സീരീസിൽ 500 കീവേഡ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. കീവേഡ്സ് ആ ബേസ് ചെയ്തിട്ടുള്ള അതിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ കീവേഡ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. സോ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾ പഠിക്കും. ദാറ്റ് ഐ എം പ്രിറ്റി ഷുവർ. സോ ആ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അന്നന്ന് തന്നെ റിവൈസ് ചെയ്യുവാണെങ്കിൽ ഐ ക്യാൻ ഗിവ് യു 100% ഗ്യാരണ്ടി ദാറ്റ് യു പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി ഗോണ ക്രാക്ക് ദിസ് എക്സാം. അതും ഡെയിലി നിങ്ങൾ റിവൈസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ 10 days ബിഫോർ എഴുതിയ നോട്ട്സ് ആണെങ്കിൽ പോലും എല്ലാ ദിവസവും ആ സ്റ്റാർട്ടിങ് തുടങ്ങി എൻഡ് വരെ എത്രത്തോളമാണ് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തത് അത്രത്തോളം വരെ നിങ്ങൾ നോട്ട് റിവൈസ് ചെയ്യണം. അതിലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മെയിൻ ഹൈലൈറ്റ് ഇരിക്കുന്നത്. ആൻഡ് അത് എൻ്റെ കയ്യിലുള്ള കാര്യമല്ല, എൻ്റെ സ്റ്റുഡൻസ് തന്നെ സിൻസിയറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ ബി ഡെഡിക്കേറ്റഡ്. ഇനിയുള്ള ഈ ഒരു കുറച്ച് ദിവസമുള്ളൂ, ഇനി നിങ്ങളുടെ മുന്നിൽ ആകെ ഒരു 6 days ഉള്ളൂ. സോ ഈ ഒരു 6 days നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, നല്ല രീതിയിൽ വർക്ക് ചെയ്യുക ഡെഡിക്കേഷനോട് കൂടി തന്നെ. സോ നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ കേരള സെറ്റിൻ്റെ എക്സാം നിങ്ങൾക്ക് തന്നെ ഉള്ളതായിരിക്കും. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഇസ് ക്രിട്ടിക്കൽ തിയറി. ക്രിട്ടിക്കൽ തിയറി മീൻസ് ദാറ്റ് ഇവിടെ നമുക്ക് 3 points ഉണ്ട്. ആ 3 points ഒന്ന് എലാബറേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഇസ് റിയാലിറ്റി ഇസ് പൊളിറ്റിക്കലി സോഷ്യലി എക്കണോമിക്കലി കൺസ്ട്രക്റ്റഡ്. നമ്മളുടെ ഈ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് പൊളിറ്റിക്കലി സോഷ്യലി ആൻഡ് എക്കണോമിക്കലി കൺസ്ട്രക്റ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ റിയാലിറ്റി. നോയിങ് കംസ് ഫ്രം ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് കോൺഫ്ലിക്ട്സ് ഇൻ ദ സൊസൈറ്റി. നമ്മളുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന കുറേയധികം കോൺഫ്ലിക്ട്സ്, അതിൻ്റെ എല്ലാം ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ആണ് നോയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാമാണ് ക്രിട്ടിക്കൽ തിയറി. അതായത് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത് എല്ലാ കാര്യവും നല്ല രീതിയിൽ ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് ക്രിട്ടിക്കൽ തിയറി എന്ന് പറയുന്നത്. വാല്യൂസ് കൺസ്ട്രക്റ്റഡ് ഇൻ ടേംസ് ഓഫ് പവർ. വാല്യൂസ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ബേസ് ചെയ്താണ്. സോ ഈ ഒരു 3 point ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സോ ക്രിട്ടിക്കൽ തിയറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്രിട്ടിസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡെപ്തായിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ക്രിട്ടിക്കൽ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so now let's check out the next topic. So the topic is axiology. Axiology എന്ന് പറയുമ്പോൾ it studies mainly 2 kinds of values. 2 kinds of values ആണ് ഈ ഒരു ആക്സിയോളജിയിൽ പറയുന്നത്. ഫസ്റ്റ് വൺ is ethics and the second one is aesthetics. നമ്മളിപ്പോൾ 6 branches of philosophyയിൽ മെൻഷൻ ചെയ്തതാണ് എത്തിക്സ് എന്നുള്ളത് മൊറാലിറ്റിയും എസ്തെറ്റിക്സ് എന്നുള്ളത് ബ്യൂട്ടിയാണെന്നുള്ളത്. സോ ആക്സിയോളജിയുടെ ഉള്ളിൽ വരുന്നതാണ് ഈ ഒരു എത്തിക്സും അതുപോലെ തന്നെ എസ്തെറ്റിക്സും. ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, വിച്ച് ഫിലോസഫി ഇൻക്ലൂഡ്സ് ബോത്ത് എത്തിക്സ് ആൻഡ് എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരാം. എന്നിട്ട് കുറച്ചധികം നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. സോ യു പീപ്പിൾ ഷുഡ് ഗെറ്റ് ദ ആൻസർ ദാറ്റ് ആക്സിയോളജി വിൽ ബി ദ പെർട്ടിക്കുലർ ആൻസർ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എന്നുള്ളത്. അണ്ടർസ്റ്റാൻഡ്? സോ അതാണ്. സോ ആക്സിയോളജീൻ്റെ വരുന്ന 2 kinds ഓഫ് വാല്യൂസ് ആണ് എസ്തെറ്റിക്സും അതുപോലെ തന്നെ എത്തിക്സും. ആൻഡ് അതോടൊപ്പം തന്നെ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ് ഓണ്ടോളജി. ഓണ്ടോളജി എന്ന് പറയുന്നത് അതിൻ്റെ കീവേഡ് റിയാലിറ്റി ആണ്. ഓണ്ടോളജി റിയാലിറ്റി, ഓണ്ടോളജി റിയാലിറ്റി. ഓക്കെ, ഐ തിങ്ക് യു പീപ്പിൾ ഗെറ്റ് ദ പോയിൻറ്റ്. എല്ലാം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. സോ
ഹാവ് എ തറോ ചെക്കൗട്ട് ഇൻ ദീസ് പോർഷൻസ്. കാരണം ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ മസ്റ്റാണ്. 100% അല്ലെങ്കിൽ 120% ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഫോക്കസ് ചെയ്ത് പറയുന്നത്. ഇനിയും നമ്മളിപ്പോൾ 3 ഏരിയാസ് ഓഫ് ഫിലോസഫിയാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. 3 ഏരിയാസ് ഓഫ് ഫിലോസഫി എന്ന് പറയുമ്പോൾ 3 ഏരിയാസ്. ഫസ്റ്റ് വൺ മെറ്റാഫിസിക്സ്, സെക്കൻഡ് വൺ എപ്പിസ്റ്റമോളജി ആൻഡ് ദ തേർഡ് വൺ ആക്സിയോളജി. ഞാനിപ്പോൾ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 6 ബ്രാഞ്ചസ് ഓഫ് ഫിലോസഫി പറഞ്ഞില്ലേ. കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവരുത്. 6 ബ്രാഞ്ചസ് ഓഫ് ഫിലോസഫി വേറെ, 3 ഏരിയാസ് ഓഫ് ഫിലോസഫി അതിൻ്റെ ഒരു കസിനായിട്ട് വരും. അത് നമുക്കിപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 3 ഏരിയാസ് ഓഫ് ഫിലോസഫിയിൽ വരുന്നത് ഫസ്റ്റ് വൺ മെറ്റാഫിസിക്സ്, സെക്കൻഡ് വൺ എപ്പിസ്റ്റമോളജി ആൻഡ് തേർഡ് വൺ ആക്സിയോളജി. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ നോക്കിയില്ലേ അത്. സോ ദ ഫസ്റ്റ് വൺ മെറ്റാഫിസിക്സ്. മെറ്റാഫിസിക്സ് ഞാൻ എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട്? യെസ്, മെറ്റാഫിസിക്സിൻ്റെ ആ ഒരു കീവേഡ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ നേച്ചർ ഓഫ് ബീയിങ് ആൻഡ് വേൾഡ് എന്നുള്ളൊരു പോയിൻ്റാണ് മെറ്റാഫിസിക്സിൻ്റെ കീവേഡായിട്ട് വരുന്നത്. സോ മെറ്റാഫിസിക്സിൽ 2 പോയിൻറ്റ്സാണ് അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒന്ന് ഓണ്ടോളജി. ഓണ്ടോളജി ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞില്ലേ, റിയാലിറ്റി. ഇനി സെക്കൻഡ് വൺ വരുന്നത് കോസ്മോളജി. കുറച്ചെങ്കിലും പേർക്ക് ഇതുപോലുള്ള ഫിലോസഫീസ് ന്യൂ ആയിരിക്കാം. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ തറവായിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എക്സാമിന് ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായി തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് ആൻസർ എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സസ് എടുത്തു തരുന്നത്. ഓക്കെ, സോ കോസ്മോളജി എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന പോയിൻറ്റ്സ് നേച്ചർ ആൻഡ് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. കോസ്മോളജി യൂണിവേഴ്സിനെ ബേസ് ചെയ്തുള്ള ഒരു കീവേഡാണ് കോസ്മോളജിയിൽ വരുന്നത്. നേച്ചർ ആൻഡ് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. ഓക്കെ, സെക്കൻഡ് വൺ എപ്പിസ്റ്റമോളജി. എപ്പിസ്റ്റമോളജി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, സ്കോപ്പ് ഓഫ് നോളജ് എന്നുള്ളതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ആക്സിയോളജി. അതിലും ഞാൻ മെൻഷൻ ചെയ്തു കഴിഞ്ഞു. ആക്സിയോളജി നമ്മൾക്ക് 2 കൈൻഡ്സ് ഓഫ് വാല്യൂസ് ആണ് മെയിനായിട്ടുള്ളത് സ്റ്റഡി ചെയ്യുന്നത്. അത് ഫസ്റ്റ് വൺ എത്തിക്സും ദ സെക്കൻഡ് വൺ എസ്തെറ്റിക്സും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് ഈ 3 ഏരിയാസ് ഓഫ് ഫിലോസഫി എന്ന് പറയുന്നത്. സോ വിത്ത് ദിസ് നോട്ട് വി ആർ കൺക്ലൂഡിങ് റൈറ്റ് നൗ. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ. ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. താങ്ക് യു.